ഒരു അധികാരം കിട്ടുമ്പോ ഇതൊക്കെ അമാനത്താണ് എന്ന് മനസ്സിലാക്കി കൃത്യമായി മുന്നോട്ട് പോയവരാണ് നമ്മുടെ മുൻഗാമികൾ. ഇന്ന് എത്രയോ പള്ളികളിൽ അഴിമതി നടക്കുന്നുണ്ട്. പള്ളിയിലെ പൈസ എടുത്ത് മറിക്കുന്നുണ്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പള്ളിയിലെ പൈസ എടുത്തിട്ട് മറിക്കുന്ന എത്ര ആളുകളാണുള്ളത്. എന്നോട് പറഞ്ഞതാണ് ഒരു പള്ളിയിലെ പ്രസിഡന്റ്, സദാ ഞാൻ രാജിവെച്ചു, പള്ളിയിൽ ഞാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ഇറങ്ങി വന്നതാണ്. കാരണം ഒരുപാട് അഴിമതികൾ അവിടെ നടക്കുന്നുണ്ട് സാറേ, ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പള്ളിയാണ് എന്ന് ബോധമില്ല, അള്ളാഹിന്റെ പള്ളിയാണെന്നുള്ളൊരു ബോധ്യവും ഇല്ലാത്ത കുറെ ആളുകൾ ഈ ഭരണത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് കടന്നു വന്നിട്ട് പള്ളിയുടെ സമ്പാദ്യങ്ങൾ, മുഅ്മിനീങ്ങളുടെ സ്വത്തുക്കൾ, ആ ബൈത്തുൽ മാൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവർ, എന്നാൽ പള്ളിയിലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കോ? അനാവശ്യമായിട്ട് ഒരുപാട് പൈസ ചെലവാക്കും, അനാവശ്യമായിട്ട് ഒരുപാട് പൈസ കളയും, ഒക്കെ നഷ്ടപ്പെടുത്തി കളയും. ഉസ്താദിന് ഒരു 1000 രൂപ ശമ്പളം കൂട്ടിക്കൊടുക്കാൻ ചോദിച്ചാൽ കൈമളത്തും. അർഹതയില്ലാത്ത ആളുകൾ ഇത്തരം നേതൃസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് ഏറ്റവും വലിയ അപകടകരമാണ്. ഇതിനൊക്കെ കുറ്റം പറയേണ്ടത്, ഇതിനെല്ലാം അള്ളാഹു ചോദ്യം ചെയ്യുന്നത് ഇവരെയൊക്കെ എത്രത്തോളം നേതൃസ്ഥാനത്ത് കൊണ്ടുവരുന്ന ആളുകളെ. ഇവരെയൊക്കെ പൊക്കിപ്പിടിച്ച് കൊണ്ടുവരുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, മുത്തഖിയാണ് മുഖ്ലിസാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന ദീനും വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറെ ആളുകൾ നേതൃസ്ഥാനത്ത് കൊണ്ടുവരുമല്ലോ. ഇങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരെയാണ് ആദ്യം അടിക്കേണ്ടത്, അവരെയാണ് ആദ്യം അള്ളാഹു പിടിക്കുക. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.